അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെല്ലാവരും റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുന്നു, നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു. പക്ഷെ ഇവിടെ വലിയൊരു ചോദ്യം, ഖിയാമത്ത് നാളിൽ ഈ റമദാൻ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുമോ? ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് പ്രകാരം നോമ്പും ഖുർആനും ഖിയാമത്ത് നാളിൽ മനുഷ്യന് വേണ്ടി ശഫാഅത്ത് ചെയ്യും. ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം, അതുപോലെ തന്നെ നോമ്പും അനുകൂലമായി സാക്ഷി നിൽക്കണം. അല്ലാഹുവേ, ഞാൻ ഈ മനുഷ്യനെ രാത്രിയിൽ ഉറങ്ങാതെ എന്നെ ഓതുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചു, അതിനാൽ ഞാൻ അവനു വേണ്ടി ശഫാഅത്ത് ചെയ്യട്ടെ എന്ന് പറയും. അതുപോലെ തന്നെ ഞാൻ അവനെ പകൽ ഭക്ഷണത്തിലും ആഗ്രഹങ്ങളിൽ നിന്ന് തടഞ്ഞു, അതിനാൽ ഞാൻ അവന് വേണ്ടി ശഫാഅത്ത് ചെയ്യട്ടെ എന്ന് നോമ്പും ശുപാർശ ചെയ്യും എന്നാണ്, ശഫാഅത്ത് ചെയ്യും എന്നാണ്. അപ്പോൾ അള്ളാഹു ഇരുവരുടെയും ശഫാഅത്ത് സ്വീകരിക്കും. പക്ഷേ നമ്മുടെ ചോദ്യം അതല്ല, എങ്ങനെ റമദാൻ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കും? അതിന് വേണ്ടത് ഒന്നാമതായി ഖുർആനുമായി ബന്ധം വർദ്ധിപ്പിക്കുക. റമദാൻ ഖുർആനിൻ്റെ മാസമാണ്. ദിവസവും ഖുർആൻ കുറച്ച് സമയമെങ്കിലും ഓതുക. ഒരു പേജായാലും, അതല്ല ഇനി ഒരു ആയത്തായാൽ പോലും നിങ്ങൾ ഓതുക. പക്ഷേ സ്ഥിരമായി ഓതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഖുർആൻ നാളെ നമുക്ക് സാക്ഷി നിൽക്കുന്നതാണ്. പിന്നെ കള്ളമില്ലാത്ത നോമ്പ് എന്നത് ഭക്ഷണം ഒഴിവാക്കുന്നതിന് മാത്രമല്ല. കേവലം ഭക്ഷണം മാത്രം ഒഴിവാക്കുകയല്ല. കള്ളം പറയാതിരിക്കുക, മറ്റുള്ളവരെ നമ്മൾ പ്രയാസപ്പെടുത്താതിരിക്കുക, മോശം വാക്കുകൾ പറയാതിരിക്കുക, അതുപോലെ തന്നെ കളവ്, ഗീബത്ത്, നമീമത്ത് പോലെയുള്ളതൊന്നും പറയാതിരിക്കുക. ഇതാണ് യഥാർത്ഥ നോമ്പ്. അതുപോലെ റമദാനിൽ ധാരാളം നിസ്കാരം വർദ്ധിപ്പിക്കുക. റമദാനിൽ പ്രത്യേക നിസ്കാരമുണ്ട്, എല്ലാവർക്കും അറിയാം. തറാവീഹ്, തഹജ്ജുദ് പോലെയുള്ള നിസ്കാരങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ നിസ്കരിച്ച ഭൂമിയും ഖിയാമത്ത് നാളിൽ സാക്ഷ്യം പറയും. നമ്മൾ ഏത് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാലും, എവിടെ വെച്ച് നിസ്കരിച്ചാലും ആ ഭൂമി ഖിയാമത്ത് നാളിൽ സാക്ഷി നിൽക്കുന്നതാണ്. അങ്ങനെ ദിക്റും ദുആയും ഒക്കെ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ്, ഇതെല്ലാം അധികമായി പറയുക. ചെറിയ ചെറിയ ദിക്റുകൾക്ക് പോലും വലിയ വലിയ പ്രതിഫലമാണ് നമ്മുടെ ഈ റമദാനിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ചെറിയ തോതിലെങ്കിലും ദാനം ചെയ്യുക. റമദാനിൽ ചെറിയ ദാനം പോലും വലിയ പ്രതിഫലമാണ് ഉണ്ടാക്കുന്നത്. ഒരാളിന് ഭക്ഷണം കൊടുക്കുക, നോമ്പ് തുറപ്പിക്കുക, സഹായം ചെയ്യുക, ഇവയെല്ലാം ഖിയാമത്ത് നാളിൽ നമുക്ക് സഹായകമാകും. അപ്പോൾ നമ്മളെല്ലാവരും റമദാനിൽ വർഷത്തിൽ ഒരിക്കലുണ്ടാകുന്ന ഈ മഹാ സെലിബ്രേഷൻ, അല്ലെങ്കിൽ വലിയ ഒരു ആഘോഷമാണ്, അതായത് മുഅ്മിനീങ്ങളുടെ ഒരു ആഘോഷമാണ് ഈ റമദാൻ എന്ന് പറയുന്നത്. ഇത് വലിയ ഒരു അവസരമാണ്. റമദാൻ നമ്മളിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിധത്തിൽ നമ്മൾ അതിനെ ആക്കിയെടുക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും റമദാനിൻ്റെ നന്മകൾ നേടിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.